ഡൽഹിയിൽ നിന്ന് ആർ കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, ഇതാ മെയ് 4-ാം തീയതി വന്ന ഫലമാണ്. മെജോറിറ്റി ഇല്ലാത്ത തമിഴ്നാട്ടിൽ പോലും വിജയിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. ഇവിടെയാകട്ടെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF അധികാരം തിരിച്ചുപിടിക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അംഗബലവുമാണ് ഉള്ളത്. അപ്പോഴും മാരത്തൺ ചർച്ചകൾക്ക് ശേഷവും ഒരു മുഖ്യമന്ത്രി എന്ന പേരിലേക്ക് എന്തുകൊണ്ടാണ് എത്താൻ പറ്റാത്ത സാഹചര്യം? ഈ ഫ്ലക്സി യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി അവസാനിച്ചു എന്ന് വിലയിരുത്താനാകുമോ? അഭിലാഷ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി അവസാനിച്ചു വെച്ചാൽ പരസ്യമായി ഇനി ഒരു വടംവലിക്ക് ഈ മൂന്ന് നേതാക്കൾക്കും കഴിയില്ല എന്നാണ് അവസ്ഥ. ഇനിയിപ്പോൾ പൂർണ്ണമായും ഈ പന്ത് ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലാണ്. രണ്ട് സാധ്യതകളാണ് ഇനി മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ധാരണ അനുസരിച്ച് ഒരിക്കൽ കൂടി ഈ കോൺഗ്രസ് അധ്യക്ഷനുമൊക്കെ ഇരുന്ന് രാഹുൽ ഗാന്ധിയും ഇരുന്ന് തീരുമാനമെടുക്കുന്നു. അതിനേക്കാളും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സാധ്യതയുള്ളത് ഇത്തരം ഘട്ടത്തിലൊക്കെ മാഡത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം, മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ അഭിപ്രായം, അതാണ് ഇവരെല്ലാം പ്രധാനമായും ഉന്നയിച്ചത്. രമേശ് ചെന്നിത്തലടക്കം ഉന്നയിച്ചത് മാഡത്തിൻ്റെ അഭിപ്രായം തേടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം കേരളം പോലെ കോൺഗ്രസ് ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനം, അവിടെ ഒരു വലിയ വിജയം നേടുന്നു. അത് രാജ്യത്താകമാനം കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ഊർജ്ജമൊക്കെ ഉണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും ദക്ഷിണേന്ത്യ കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിതി അത്രത്തോളം ദുർബലമാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴ ഉണ്ടാവരുത് എന്ന് കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിഷയം വന്നു കഴിഞ്ഞാൽ, സോണിയാഗാന്ധി സാധാരണഗതിയിൽ ഇത്തരം വിഷയത്തിലൊക്കെ നേരിട്ട് ഇടപെടുന്ന ആളല്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിഷയം വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധി പെട്ടെന്നൊരു തീരുമാനം പറയുന്ന ആളല്ല. വിശദമായ ചർച്ചകളും അല്ലെങ്കിൽ അത്തരം കൂടിയാലോചനകളും സോണിയാഗാന്ധിയുടെ വിശ്വസ്തരായ നേതാക്കളൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AK ആന്റണിയുമായി സ്വാഭാവികമായും സോണിയാഗാന്ധി ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. AK ആന്റണി വിളിച്ച് ഒരു അഭിപ്രായം, ഇങ്ങനെ വിഷയങ്ങളിലൊന്നും പറയുന്ന ആളല്ല. ഈ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലും ഹൈക്കമാൻഡ് ഇങ്ങോട്ട് അഭിപ്രായം തേടാതെ അങ്ങോട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അഭിപ്രായം പറയുന്ന ഒരാളല്ല. ആന്റണിയോട് അഭിപ്രായം തേടിയാൽ സ്വാഭാവികമായും ആന്റണിയുടെ അഭിപ്രായം ഏറ്റവും നിർണായകമാകും. അക്കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ തീരുമാനത്തെ അടക്കം സ്വാധീനിക്കാൻ കഴിയുള്ള ഒരാൾ ഇനി AK ആന്റണിയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ വടംവലി നടത്തണമെങ്കിൽ AK ആന്റണിയെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ആ തരത്തിലെ നീക്കം നടത്താൻ പോകുന്നത്, ഈ മൂന്ന് നേതാക്കൾക്കും അതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് അത്തരത്തിൽ നീക്കം നടത്തിയാലും അല്ലെങ്കിൽ ആന്റണിയുടെ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമെന്നും ഈ മൂന്ന് നേതാക്കളും ഒരേപോലെ പ്രതീക്ഷിക്കുന്നില്ല. അവർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തീരുമാനം വരട്ടെ എന്നതിനപ്പുറത്തേക്ക് അത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ലീഗിന് എന്തായാലും അത് അറിയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. മാധ്യമങ്ങൾ വഴി ഞങ്ങൾ അറിയേണ്ടി വരരുത്.